ഹായ് ഗൈസ് വാട്സാപ്പ്. നമ്മളെല്ലാവരും മൈസൂർ ടൂർ വരുന്നവരാണല്ലേ. മൈസൂർ വരുമ്പോൾ നമ്മളെല്ലാവരും സന്ദർശിച്ചിരിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ചാമുണ്ഡി ഹിൽസ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെല്ലാവരും ചാമുണ്ടിയിൽ പോയിട്ടുണ്ടെങ്കിലും ചാമുണ്ടിയിലേക്കൊരു വനപാത ഉണ്ടെന്ന് എത്ര പേർക്കറിയാം? അതെ, ചാമുണ്ടിയിലേക്കുള്ള വനപാതയെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ദാ നമ്മൾ ചാമുണ്ഡി ഹിൽസിൻ്റെ അടിവാരം എത്തിയിട്ടോ. അടിവാരത്ത് ദാ ഈ കാണുന്ന ക്ഷേത്രം നമ്മൾ മലയാളികളുടേതാണ്. പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ശ്രീ അയ്യപ്പസ്വാമിയെയും ശ്രീ ഗുരുവായൂരപ്പനെയും. എന്നാൽ നമുക്കിനി മലകയറ്റം ആരംഭിച്ചാലോ? ദാ ഇതാണ് കേട്ടോ ആദ്യത്തെ പടി. ഇവിടെ ആദ്യം തന്നെ നമുക്ക് ശ്രീ ഗണപതി ഭഗവാനെ കുമ്പിട്ടുകൊണ്ട് മലകയറ്റം ആരംഭിക്കാം. ഞാൻ ഏകദേശം രാവിലെ 6 മണിയോടുകൂടി അടിവാരത്തെത്തി. അതിരാവിലെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ജോഗിങ്ങിനും മറ്റുമായിട്ടൊക്കെ വന്നു പോകുന്നുണ്ടായിരുന്നു. ഈ കാണുന്ന കരിങ്കൽ കെട്ടിടങ്ങൾ മൈസൂരിൻ്റെ പൗരാണികത ഓർമ്മപ്പെടുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നടന്ന് ക്ഷീണിച്ചവർക്ക് കുറച്ചു നേരം വിശ്രമിക്കാനും സൊറവ് പറയാനും കൂടി പറ്റിയൊരു ഇടം കൂടിയാണിത്. നമ്മുടെ മൈസൂരിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയുക ഗൈസ്, ഏത് കാലാവസ്ഥയിലും രാവിലെ ഇവിടെ ചെറിയൊരു തണുപ്പും കുളിരും ഉണ്ടാവും. എന്തുകൊണ്ട് അത് തന്നെയാണ് ഈ മലകയറ്റത്തിൻ്റെ ഒരു ത്രില്ലും. കുറച്ച് ദൂരം മുകളിലേക്ക് കിടന്ന് ഒന്ന് തിരിഞ്ഞു നോക്കിയാലുണ്ടല്ലോ, താഴെ അടിവാരത്തിൻ്റെ ഒരു മനോഹര ദൃശ്യം കാണാം. അതും ഒരു കിടിലം വൈബ് തന്നെയാണ് കേട്ടോ. അത് പറഞ്ഞറിയിക്കേണ്ട ഒരു സംഭവം തന്നെയാണത്. സംഭവം ഈ പടികളുടെ ഇരുവശങ്ങളിലും നീക്കുകൂടെ വനവും തോന്നിപ്പിക്കുന്ന രീതിയിൽ വൃക്ഷങ്ങളും കുറ്റിച്ചെടികളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കൂടാതെ നമ്മുടെ സമയം നല്ല അല്ലെങ്കിൽ ചിലപ്പോൾ പുള്ളിപ്പുരകളും കണ്ണിലും ഒന്ന് വിടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതും കൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് മേൽപോട്ട് കയറിയാൽ മതി കേട്ടോ. കുറച്ച് ദൂരം മേൽപോട്ട് കയറിയാലേ നമ്മൾ റോട്ടിലെത്തിച്ചിട്ടൂട്ടാ. അവിടെ നമുക്ക് വെജ് സലാഡ്, ഫ്രൂട്ട് സലാഡ്, കരിമ്പീൻ ജ്യൂസൊക്കെ കിട്ടും. അവിടെ നിന്ന് കുറച്ചിടന്നാൽ അതേ ഒരു ശിവക്ഷേത്രവും ഒരു നന്ദിയുടെ വലിയൊരു കരിങ്കൽ ശില്പവും കാണാം. അവിടെ നിന്ന് കുറച്ച് മേൽപോട്ട് നടന്നു കഴിയുമ്പോഴേ നമ്മളൊരു വ്യൂ പോയിന്റിലെത്തൂട്ടാ. പക്ഷേ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഇത്തിരി സൂക്ഷിച്ചാൽ നന്നാവും, കാരണം താഴേക്ക് വീഴാൻ സാധ്യതയുണ്ട്. പക്ഷേ അവിടെ നിന്നുള്ള മൈസൂർ സിറ്റിയുടെ കാഴ്ച നല്ല മനോഹരമാണ്. ഇപ്പം കാണുന്ന ഒരു റോഡുണ്ട്, അതിൽ കൂടിയാണ് ഈ വാഹനങ്ങളൊക്കെ മേൽപോട്ട് വരുന്നത്. കണ്ട, ഈ റോഡൊക്കെയാണ് വണ്ടികളൊക്കെ വരുന്നത്. കുറച്ച് ദൂരം മുന്നോട്ട് കഴിഞ്ഞപ്പോഴേ ഒരു ഹനുമാൻ ക്ഷേത്രം കാണാം കേട്ടോ. അവിടെ നിന്ന് പിന്നെ അധിക ദൂരമില്ല നമ്മുടെ സ്പോട്ടിലേക്ക്. ഇത് ഇപ്പം കാണുന്നതാണ് കേട്ടോ നമ്മുടെ 1000ാമത്തെ പടി. ഇവിടെ നിന്ന് അങ്ങോട്ട് ക്ഷേത്രത്തിലേക്ക് ചെറിയ ദൂരം മാത്രമേ ഉള്ളൂ. ദാ നമ്മൾ ക്ഷേത്രനടയിലേക്ക് എത്തി കേട്ടോ. ഈ കാണുന്നതാണ് ചാമുണ്ഡി ഹില്ല്. വെള്ളിയാഴ്ച ഇവിടെ ചാമുണ്ടിയിൽ പ്രാധാന്യമുള്ള ദിവസമാണ്. അതുകൊണ്ട് സാമാന്യം നല്ല തിരക്കുണ്ടായിരുന്നു. ക്ഷേത്രത്തിനകത്ത് കയറാനായിട്ട് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ തിരക്ക് കണ്ടപ്പോൾ പിന്നീട് ആവാമെന്ന്